പാർട്ട് 2 ചെന്നൈ. അങ്ങനെ നമ്മൾ ചെന്നൈയിൽ റൂം എടുത്തു. മോർണിംഗ് 8 o'clock നമ്മൾ അവിടെ എത്തിയത്. റൂം അപ്പം തന്നെ എടുത്തു. അഫോർഡബിളായിട്ടുള്ളൊരു റൂമായിരുന്നു. അത് ഓവർ എക്സ്പെൻസ് ഒന്നും ഇല്ലാത്തൊരു നോൺ AC റൂമാണ് എടുത്തത്. നമ്മളൊരു പർച്ചേസിനാണല്ലോ വന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളധികം കാശ് ചിലവാക്കാതെ ഉള്ള റൂമാണ് കേട്ടോ എടുത്തത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു സാധാ റൂം, ബാത്റൂമൊന്നും ഓക്കെ കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. നമുക്ക് ഒരൊറ്റ നൈറ്റ് സ്റ്റേ വരുന്നുള്ളൂ. സോ അതുകൊണ്ടത് എടുത്തു കേട്ടോ. അപ്പോൾ ഫ്രഷായിട്ട് നമ്മൾ ഹോട്ടലിലെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മലയാളികൾ എവിടെ പോയാലും അവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫുഡ് അവിടെ പോയി കഴിക്കും. ബിജിച്ചേട്ടൻ ഇഡ്ഡലിയും വടയും സാമ്പാറും ചട്നിയും ഓർഡർ ചെയ്തു കേട്ടോ. ആദ്യം ആൾക്കായിരുന്നു കിട്ടി. അപ്പം നമ്മളെല്ലാവരും അതിൽ കൈയിട്ട് വാരി. അത് കഴിഞ്ഞ് ഞാനും മക്കളും എല്ലാവരും ഓർഡർ ചെയ്തത് നെയ് റോസ്റ്റായിരുന്നു. നെയ് റോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മുറുക്ക് റോസ്റ്റായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ മാർക്കറ്റിലെത്തി, സൗക്കാപ്പേട്ട് മാർക്കറ്റിലെത്തി. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഇമിറ്റേഷൻ ജ്വല്ലറിൻ്റെ ഒരു ഓൺലൈൻ കളക്ഷൻസാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. മാർക്കറ്റ് ഓൺ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്ന് മാർക്കറ്റൊക്കെ കണ്ടു. അങ്ങനെ നമുക്ക് അഫോർഡബിളായിട്ടുള്ള നമ്മളെ ഹോൾസെയിലറെ നമ്മൾ ചെന്നൈയിൽ വെച്ച് കണ്ടു. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്തു, കളക്ഷൻസൊക്കെ കണ്ടു. നമുക്ക് അഫോർഡബിളായിരുന്നു. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തു. അങ്ങനെ നേരെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ഇനി റൂമിൽ പോയിട്ട് നമ്മൾ ഏകദേശം ഒരു 2:30 ആയപ്പോഴേക്കും നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞു. ഇനി റൂമിൽ എത്തിയിട്ട് ഒന്ന് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം. നമ്മൾ ഫുള്ളായിട്ട് ഒരു ഓട്ടോയിലാണ് സർവീസ് ചെയ്തത്. ബസ്സിന് കാത്തു നിന്നു. പക്ഷേ നമുക്ക് ബസ് എപ്പോഴാണ് ടൈമിങ്ങോ, ബസ് എവിടെ ഇറങ്ങേണ്ടതെന്നുള്ള പ്രോപ്പറായിട്ട് അറിയാത്തതുകൊണ്ട് നമ്മൾ ഓട്ടോയിൽ കുത്തി നിറച്ച് നേരെ റൂമിലേക്ക് വിട്ടു. ഇനി വൈകുന്നേരം കറങ്ങാൻ പോകണം. ബൈ.